ഓക്കെ, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോണത് എങ്ങനെയാണ് നമുക്കൊരു ട്രേഡ് സെറ്റപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ ഒരു ട്രേഡ് സെറ്റപ്പിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് സെറ്റപ്പ് റിയൽ മാർക്കറ്റിൽ വരുമ്പോൾ അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും, എവിടെ എൻട്രി എടുക്കുക, എവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കും, എങ്ങനെ ടാർഗറ്റുകളൊക്കെ നമ്മൾ ഫിക്സ് ചെയ്യും എന്നുള്ള ഒരു പെർഫെക്റ്റ് സെറ്റപ്പാണ് നമ്മൾ നോക്കാൻ പോണത്. ഒരു റിയൽ ട്രേഡിംഗ് സെറ്റപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത്. സോ വീഡിയോയിലേക്ക് പോകാം. സോ നമുക്ക് ഇനീഷ്യലായിട്ട് മാർക്കറ്റിൽ വേണ്ടത് ഒരു ട്രേഡ് സെറ്റപ്പ്, ഏത് സെറ്റപ്പ് ആയിക്കോട്ടെ, ആ ഒരു സ്ട്രാറ്റജി നമുക്ക് മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇനീഷ്യലായിട്ട് വേണ്ടത് ഇനീഷ്യൽ ബയേഴ്സ് ഓഫ് ദ വീക്ക്. ഒരു വീക്കിൽ മാർക്കറ്റ് ഏത് ഡയറക്ഷനൊക്കെയാണ് പോവുക, ഹയറിലേക്കാണോ മാർക്കറ്റ് പോവുക, ലോവറിലേക്കാണോ പോവുക എന്നുള്ളത് നമുക്ക് വീക്കിലി ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇനീഷ്യൽ ബയേഴ്സ് ഓഫ് ദ വീക്ക്, ആ ഒരു വീക്ക്ലിയിലുള്ള ബയേഴ്സ് നമുക്ക് ആദ്യം കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു വീക്ക്ലിയിൽ മാർക്കറ്റ് ഏത് സൈഡിലേക്കാണ് പോകുക എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത് നമുക്ക് എന്തിനാ ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രോബബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ഹയർ പ്രോബബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ അത് നമുക്ക് റിയൽ മാർക്കറ്റിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് ഇനീഷ്യലായിട്ട് നോക്കാം. സോ ഇതൊരു GBP/USDൻ്റെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമാണ്. സോ ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് 1 മിനിറ്റിൽ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്യില്ലേ, ആ ഒരു അനലൈസ് ചെയ്യണ പോലത്തെ ഒരു വ്യൂ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ഒരു ലാസ്റ്റ് ഉണ്ടായിരിക്കുന്ന ക്യാൻഡിലുണ്ടോ, ആ ലാസ്റ്റ് ഉണ്ടായിരിക്കുന്ന ക്യാൻഡിലെയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് ഈ മാർക്കറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലായിട്ട് എന്തുണ്ട്, ഈ ഒരു മാർക്കറ്റിൽ ഒരു സെൽ സ്റ്റോപ്പ് ഉണ്ട്, സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത്, ആ സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് മേലേക്ക് പോണ പോലെയാണ് നമുക്ക് കാണുന്നത്. സോ ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു എന്നുള്ളതിന് ഒരു കോ ഇൻഫ്ലുവൻസും കൂടി ഉണ്ട് ഇവിടെ. വെറുതെ ആ സെൽ സൈഡ് ലിക്വിഡിറ്റി ടച്ച് ചെയ്താൽ നമ്മൾ സ്വീപ്പ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിക്ക് സ്വീപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ഉണ്ട്, വീക്ക്ലി ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട്. ഈ ഒരു വീക്ക്ലി ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്തു, ഈ ഒരു സെൽ സ്റ്റോപ്പിൽ അല്ലെങ്കിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഫസ്റ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ ഫോമായി, വീക്ക്ലി ടൈം ഫ്രെയിമിൽ സെൽ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ ഫോം ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീക്ക്ലി OBയും കൂടി ഉണ്ട്. അപ്പോൾ സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ടച്ച് ചെയ്തു. പിന്നെ അടുത്തത് മാർക്കറ്റ് ഒരു FVG ക്രിയേറ്റ് ചെയ്തു. ആ FVGൻ്റെ ഉള്ളിൽ ടാപ്പ് ചെയ്തിട്ട് പ്രീവിയസ് വീക്കിൽ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീക്കിൽ നമുക്ക് ബയേഴ്സ് എന്താ, മാർക്കറ്റ് മേലേക്ക് പോകും, മാർക്കറ്റ് ഹൈയിലേക്ക് പോകുമെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, വീക്ക്ലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് ഹയറിലേക്ക് പോവുകയാണെന്ന് മനസ്സിലായി. സോ നമുക്കിനി അടുത്തത് വേണ്ടത് മാർക്കറ്റിലെ ഈ വീക്ക്ലി ടൈം ഫ്രെയിമിനെ റിഫൈൻ ചെയ്തൊരു 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്തു മാർക്കറ്റ്. സോ 1 ഡേ ടൈം ഫ്രെയിമിൽ ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ ഒരു 4 ക്യാൻഡിലുണ്ടോ, ഇത് ഇവിടെ മുതലാണ് നമുക്ക് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ ഒരു 4 ക്യാൻഡിലാണ് ഈ വീക്ക്, ഈ കറണ്ട് വീക്ക് എന്ന് പറയുന്നത്. ഈ ഒരു കറണ്ട് വീക്കിലെ അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ നമുക്ക് ആദ്യം വേണ്ടത് ഡേ ടൈം ഫ്രെയിം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡേ ടൈം ഫ്രെയിമിൽ ആദ്യം സ്വിങ് ഹൈസ് ആൻഡ് സ്വിങ് ലോസ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കേണ്ടത്. സോ ഡേ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്വിങ് ലോ കിട്ടിയിട്ടുണ്ട്. ഇവിടെ സ്വിങ് ലോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. സ്വിങ് ലോ എന്ത് ചെയ്തു, സ്വിങ് ലോ സ്വീപ്പ് ചെയ്തു. സ്വിങ് ലോ എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡിറ്റി അല്ലേ, ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് ലിക്വിഡിറ്റി ഈ ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ എവിടെയുള്ളത്, മാർക്കറ്റ് ഈ ഒരു സ്വിങ് ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നെക്സ്റ്റ് ലിക്വിഡിറ്റിക്കല്ലേ പോകുക. ആ നെക്സ്റ്റ് ലിക്വിഡിറ്റി മാർക്കറ്റിൽ എവിടെയുള്ളത്, ഈ ഒരു സ്വിങ് ഹൈയിലാണ് ഉള്ളത്. സോ ഈ ഒരു സ്വിങ് ഹൈയിലേക്ക് മാർക്കറ്റ് പോകുന്നത് നമുക്ക് മനസ്സിലായി. സോ ഈ ഒരു സ്വിങ് ഹൈയിലേക്ക് പോകുകയെന്ന് മനസ്സിലായപ്പോൾ നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിൽ എടുക്കാൻ പറ്റില്ലല്ലോ. സോ നമ്മളെ മാർക്കറ്റ് റിഫൈൻ ചെയ്തു. എന്തിലേക്ക് റിഫൈൻ ചെയ്തു, 1 അവർ ടൈം ഫ്രെയിമിലേക്ക് റിഫൈൻ ചെയ്തു. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് നമുക്ക് പ്രീവിയസ് 1 ഡേയിലുള്ള ഈ ഒരു സ്വിങ് ലോൻ്റെ ലൈനാണ് കേട്ടോ. ഈ ഒരു 1 അവർ ടൈം ഫ്രെയിമിലേക്ക് റിഫൈൻ ചെയ്തു. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് റിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വേണ്ടത്, നമുക്ക് പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ എല്ലാ എൻട്രി ടെക്നിക്സുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യണത് ടോപ്പ് ഡൗൺ അനാലിസിസ് ആണ്. ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം ടു ലോവർ ടൈം ഫ്രെയിമിലേക്കാണ് നമുക്ക് അനലൈസ് ചെയ്ത് വരുന്നത്. സോ അങ്ങനെയുള്ള എൻട്രിയാണ് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. സോ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്താണ് ഇനി നെക്സ്റ്റ് കാണേണ്ടത്, 1 അവർ ടൈം ഫ്രെയിമിൽ ഈ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തു 1 അവർ ടൈം ഫ്രെയിമിൽ.
ഓക്കെ, ഈ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തില്ലേ, ഈ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് എന്താ വേണ്ടത്, 1 hour ടൈം ഫ്രെയിമിൽ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് മാർക്കറ്റ് ക്രിയേറ്റ് ആയി, ഡൗൺ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അതിൻ്റെ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 50 മിനിറ്റ് ടൈം ഫ്രെയിമിക്ക് മാർക്കറ്റ് ഡൗൺ ചെയ്തു, ഡ്രോപ്പ് ചെയ്തു. 50 മിനിറ്റ് ടൈം ഫ്രെയിമിക്ക് ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ഒരു ലൈൻ ഉണ്ടോ, ഇത് 1 hourലെ സ്വിങ് ഹൈ ആണ്. ഈ 1 hourലെ സ്വിങ് ഹൈയിൽ ബ്രേക്ക് ചെയ്തിട്ട് 50 മിനിറ്റിൽ ദിസ് ഈസ് ഒരു എഫ് വി ജി ഉണ്ട്. 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു എഫ് വി ജിയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ഓക്കെ, 1 hour ടൈം ഫ്രെയിമിൽ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തിട്ട് 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു എഫ് വി ജിക്ക് ടാപ്പ് ചെയ്തു. സോ നമുക്ക് ഇനി അടുത്തത് എന്താ വേണ്ടത്, അടുത്തത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിക്ക് മാർക്കറ്റ് ഡ്രോപ്പ് ചെയ്തു. ഈ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇനി നെക്സ്റ്റ് എന്താ വേണ്ടത്, വീണ്ടും ഒരു MSS, മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് അതിൻ്റെ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്യണം. ആ ഒരു സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്തു. അടുത്തത് എന്താ വേണ്ടത്, നമുക്ക് ഇല്ലാതെ പോലെ ഒരു FVG, 5 മിനിറ്റിൽ ഒരു FVG, 5 മിനിറ്റിൽ ഒരു FVG ഉണ്ടായിരുന്നു. ആ 5 മിനിറ്റിൽ FVGയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ടാപ്പ് ചെയ്ത ഉടനെ 5 മിനിറ്റിൽ FVG ടാപ്പ് ചെയ്തതിന് അപ്പം തന്നെ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്തു. നമുക്ക് സ്റ്റോപ്പ് ലോസ് നമ്മളപ്പോൾ എവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും, ഈ ഒരു സ്വിങ് ലോൻ്റെ അടി കൊണ്ട് പ്ലേസ് ചെയ്യും. സോ നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഇവിടെയെല്ലാം നമുക്ക് എക്സിറ്റ് ആവാം. നിങ്ങൾക്ക് ഒരു 1 ഡേയിൽ തന്നെ നിങ്ങൾക്ക് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് എക്സിറ്റ് ആവാം. അല്ലാന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 1 ഡേൻ്റെ ഈ ഒരു ഹൈയിൽ 1 ഡേയിൽ ഒരു ലിക്വിഡിറ്റി ഇല്ലേ, ഇതാണ് നമ്മുടെ ഈ വീക്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്. ഈ വീക്കിൽ നമുക്ക് ഇങ്ങോട്ട് മാർക്കറ്റ് പോകുന്നതാണ് നമുക്ക് വ്യൂ ഉണ്ടായിരുന്നത്. ഈ ഒരു വീക്ക്ലി വ്യൂ നമുക്ക് ഇവിടെയാണ് നമുക്ക് ടാർഗറ്റ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുത്തിട്ട് ഈ ഒരു വീക്കിലെ ഡേ ക്യാൻഡിൽ ഹൈ വരെ നമുക്ക് ഡേ ക്യാൻഡിലെ ഡേ ടൈം ഫ്രെയിമിൽ ഈ ഒരു സ്വിങ് ഹൈ വരെ നമുക്ക് ടാർഗറ്റ് വെക്കാം. സോ ഇതൊരു വലിയ ടാർഗറ്റ് ആയിരിക്കും. നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത് നമുക്ക് ഏകദേശം ചെറിയ സ്റ്റോപ്പ് ലോസാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെയുള്ള കൺഫർമേഷൻ ആയിട്ടുള്ള എൻട്രീസ് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമുക്ക് കുറച്ച് എൻട്രീസാണ് കിട്ടുള്ളൂ. സോ നമ്മൾ മാർക്കറ്റിൽ ഇഷ്ടംപോലെ എൻട്രീസ് ഉണ്ട്. ഇപ്പോൾ ഏത് സെറ്റപ്പ് എടുത്താലും നമുക്ക് ഇഷ്ടംപോലെ എൻട്രീസ് വരും. ആ ഇഷ്ടംപോലെ എൻട്രീസ് വരുന്ന ആ എൻട്രീസിനെ നമുക്ക് റിഫൈൻ ചെയ്തിട്ട് നമുക്ക് കുറവ് എൻട്രീസ് ആക്കാം, നല്ല ഹൈ പ്രോബബിലിറ്റീസ് ഉള്ള എൻട്രീസ് ആക്കാം. നമുക്ക് ഡെയിലി ട്രേഡ് എടുക്കണം എന്നില്ല, പക്ഷെ നമുക്ക് എടുക്കുന്ന ട്രേഡ്സ് ഹൈ പ്രോബബിലിറ്റി ആയിട്ടുള്ള ട്രേഡ്സ് ആവണം. സോ അങ്ങനെ നമ്മൾ മാർക്കറ്റിനെ കണ്ടു കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടേമിൽ പ്രോഫിറ്റബിലിറ്റി കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഒരു ട്രേഡ് സെറ്റപ്പ് ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുക, ലൈവ് ട്രേഡ് പ്രാക്ടീസ് ചെയ്ത് ഈ വീഡിയോ ഒരു തവണ കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടി കാണാം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് റിയൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു സംഭവം ഇതേ സംഭവം നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ, ഇപ്പോൾ ഞാൻ വരച്ചിട്ടുള്ള സാധനം ലൈവ് മാർക്കറ്റിൽ പോവുക, ഞാൻ അതേപോലെ വരച്ചിരിക്കുന്ന പോലെ തന്നെ ലൈവ് മാർക്കറ്റിൽ പോവുക, ഡ്രോ ചെയ്യുക. ഈ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൈൻസ് എല്ലാം നിങ്ങൾക്ക് അതിലും കിട്ടും. ഓക്കെ, ഈ ഒരു ലൈൻസ് എല്ലാം അതിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ, ഞാൻ ഈ വരച്ചിട്ടുള്ള ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇത് മാർക്കറ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ മാത്രമല്ല, ടെക്നിക്കൽ മാത്രമാണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മാർക്കറ്റിൽ സ്ട്രാറ്റജീസും സെറ്റപ്പും അങ്ങനെ എല്ലാ കാര്യങ്ങളും മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് സ്ട്രാറ്റജീസ് നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക മാർക്കറ്റിൽ. ഓക്കെ, ഇഷ്ടംപോലെ ട്രെൻഡ് ലൈൻസ് ഉണ്ട്, SMC ഉണ്ട്, പിന്നെ ICT ഉണ്ട്, പിന്നെ പ്രൈസ് ആക്ഷൻ ഉണ്ട്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ മാർക്കറ്റിൽ സ്ട്രാറ്റജീസ് ഉണ്ട്. സോ എന്തുകൊണ്ടാണ് എല്ലാവരും പ്രോഫിറ്റബിൾ അല്ലാത്തത്? സോ ഒരു സ്ട്രാറ്റജി ബേസ്ഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാ സ്കൂളിൽ പോയി പഠിക്കണ പോലെ പഠിച്ചിട്ട് നമുക്ക് ഈ ഒരു സെറ്റപ്പ് നമുക്ക് ഈ സൂപ്പറായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. സോ അങ്ങനെ പഠിച്ചെടുത്തതിനോണ്ട് മാത്രം നമുക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റുമോ? പറ്റില്ല. ഈ ഒരു സ്ട്രാറ്റജി പഠിച്ചെടുത്തുകൊണ്ട് മാത്രം പ്രോഫിറ്റബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഉള്ള 90% ആൾക്കാരും ലോസിലാണുള്ളത്. സോ അത് അങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു സ്ട്രാറ്റജി മാത്രം പഠിച്ചെടുത്തിട്ട് പ്രോഫിറ്റബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ 90% ആൾക്കാർ ലോസിൽ വരേണ്ട ഒരു കാര്യമില്ല. സോ അതിന് എന്താ വേണ്ടത്? മൈൻഡ് സെറ്റാണ് വേണ്ടത്. ആ ഒരു മൈൻഡ് സെറ്റിന് ട്രേഡിങ് സൈക്കോളജിയാണ് വേണ്ടത്. ട്രേഡിങ് സൈക്കോളജി എന്താണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ എടുത്ത് പറയുന്നില്ല. ഞാൻ പ്രീവിയസ് ആയിട്ടൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.